അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറൻ മിൽഅ السماوات وملء الأرض وملء ما شاء من شيء بعد اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനുള്ള പോഴി യൂണിറ്റ് 90. ഇന്ന് സൂറത്തു അബസ് അവസാന ഭാഗം, അതേപോലെ അൽ അഫ്ആലുൽ ഖംസ, അൽ ഖംസ 5 ക്രിയകൾ, അതേപോലെ ഫിഅല അത്തഅജ്ജുബ്, ഫിഅല അത്തഅജ്ജുബ്, നിഅമ വ ബിഅസ, നിഅമയും ബിഅസയും ഉപയോഗിച്ചുകൊണ്ടുള്ള ആശ്ചര്യകരമായ പദപ്രയോഗം, ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാക്ഷേപകം. ഫിഅല അത്തഅജ്ജുബ്, ഫിഅല അത്തഅജ്ജുബ് എന്ന് പറയുമ്പോൾ ആ പദത്തിന്റെ അർത്ഥം തന്നെ ഫിഅലാനി എന്നാണ് കേട്ടോ, ഫിഅലാനി എന്നാണ്. അപ്പൊ 2 ക്രിയകൾ എന്നാണ്. അത്തഅജ്ജുബ് ആശ്ചര്യത്തിന്റെ 2 ക്രിയകൾ എന്നാണ്. ഫിഅല അത്തഅജ്ജുബ് നിഅമ ബിഅസ്. അപ്പോൾ 77 അല്ലെങ്കിൽ 78% ഇതുവരെയുള്ള നിങ്ങളുടെ ആക്ച്വൽ ലേണിംഗ് പ്രോഗ്രസ്, ആക്ച്വൽ ലേണിംഗ് പ്രോസസ്. ഖുർആനിലെ 78% അതാണ്. ഇവിടെ 1% കുറവാണ്. ഇതിൽ 89 യൂണിറ്റ് കഴിയുമ്പോൾ. യൂണിറ്റ് 90 നമുക്ക് തുടങ്ങാൻ പോകുന്നത് ഈ ഫിഅല അത്തഅജ്ജുബും അല്ലെങ്കിൽ അഫ്ആലുൽ ഖംസയുമാണ് തുടങ്ങുന്നത്. തുടക്കം അൽ അഫ്ആലുൽ ഖംസ, പഞ്ചക്രിയകൾ, പഞ്ചശീല തത്വം എന്നൊക്കെ പറയുന്നത്. പഞ്ചക്രിയകൾ, 5 ക്രിയകൾക്ക് ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ 5 ക്രിയകൾ ഏതാണ് എന്നത് ഓർമ്മിച്ച് വയ്ക്കുക. നമ്പർ 1, 5 ക്രിയകളുടെ സവിശേഷത പറയുന്ന ഈ 5 ക്രിയകൾ എന്ന് പറയുന്നത് അപൂർണ ക്രിയകളിലുള്ള 5 ക്രിയകളാണ്. അപൂർണ ക്രിയകളിലുള്ള 5 ക്രിയകളാണ്. അതിൽ 2 ബഹുവചനങ്ങൾ, അതായത് പുല്ലിംഗ ബഹുവചനങ്ങൾ. 2 പുല്ലിംഗ ബഹുവചനം. ഒന്ന് പുല്ലിംഗ ബഹുവചനം മറഞ്ഞ ആൾക്കാരെ കുറിച്ചുള്ളത്. രണ്ടാമത്തേത് പുല്ലിംഗ ബഹുവചനം മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്നത്. പിന്നീട് 2 സ്ത്രീലിംഗ ബഹുവചനങ്ങൾ, അല്ല 2 ദ്വിവചനം. 2 ബഹുവചനം, 2 ദ്വിവചനം. ദ്വിവചനം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് മറഞ്ഞ 2 പേരെ കുറിച്ചുള്ളത്, 2 മുന്നിൽ നിൽക്കുന്ന 2 പേരെ കുറിച്ചുള്ളത്. അങ്ങനെ 2 ദ്വിവചനങ്ങൾ. ദ്വിവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മുഖത്ത് ചെറിയൊരു ആശ്ചര്യം തോന്നുന്നത്. അപ്പം 2 ദ്വിവചനത്തിന്റെ 2 ക്രിയകൾ ഉണ്ട്. അതേപോലെ സ്ത്രീലിംഗ ഏകവചനത്തിന്റെ ഒരു ക്രിയ, സ്ത്രീലിംഗ ഏകവചനത്തിന്റെ ഒരു ക്രിയ. ഇങ്ങനെയാണ് 5 ക്രിയകൾ. അപ്പോൾ 2 ബഹുവചനം, 2 ദ്വിവചനം, 1 സ്ത്രീലിംഗ ഏകവചനം. സ്ത്രീലിംഗ ഏകവചനം. 2 ബഹുവചനത്തിൻ്റെത് പുല്ലിംഗമാണ്. ഒന്ന് മറഞ്ഞതും ഒന്ന് മുന്നിൽ നിൽക്കുന്നതും. അതേപോലെ ദ്വിവചനങ്ങളും എന്താണ്? ദ്വിവചനങ്ങൾ ഒന്ന് മറിഞ്ഞ ആളെ കുറിച്ചുള്ളതും മറ്റൊന്ന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ളതും. പിന്നെ ഒന്ന് സ്ത്രീലിംഗ ഏകവചനം. ഇതിൽ ബഹുവചനങ്ങൾ
നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ബഹുവചനം യഫ്അലൂന തഫ്അലൂന. യഫ്അലു കഴിഞ്ഞതിന് ശേഷം യഫ്അലു യഫ്അലൂന എന്ന് പറഞ്ഞതിൽ ഒന്നാണ് ഇത്. തഫ്അലു പറഞ്ഞതിന് ശേഷമുള്ള തഫ്അലൂനയാണ് രണ്ടാമത്തേത്. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മൾ പഠിക്കാത്ത രണ്ടെണ്ണം, യഫ്അലാനി തഫ്അലാനി. ഇതിലൂടെ എന്തായി? ഈ രണ്ട് പദങ്ങൾ കൂടി, രണ്ട് രൂപങ്ങൾ കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. യഫ്അലാനി, അവർ രണ്ടുപേർ പ്രവർത്തിക്കുന്നു. തഫ്അലാനി, നിങ്ങൾ രണ്ടുപേർ പ്രവർത്തിക്കുന്നു. ഓക്കെ. പിന്നെ ഒന്ന് തഫ്അലീന, അതിലൂടെയും നമ്മൾ ആ സ്ത്രീലിംഗ ഏകവചന രൂപം കൂടി ഇതോടൊപ്പം പഠിക്കും. അപ്പോൾ ഫത്തഹ എടുത്തു കഴിഞ്ഞാൽ യഫ്തഹൂന തഫ്തഹൂന, അതേപോലെ യഫ്തഹാനി തഫ്തഹാനി, യഫ്തഹാനി തഫ്തഹാനി, അങ്ങനെ 4. പിന്നെ തഫ്തഹീന, തഫ്തഹീന, നീ ഒരു സ്ത്രീ തുറക്കുന്നു. യഫ്തഹൂന, അവർ പുരുഷന്മാർ തുറക്കുന്നു. തഫ്തഹൂന, നിങ്ങൾ പുരുഷന്മാർ തുറക്കുന്നു. യഫ്തഹാനി, അവർ രണ്ടുപേർ തുറക്കുന്നു. തഫ്തഹാനി, നിങ്ങൾ രണ്ടുപേർ തുറക്കുന്നു. ഓക്കെ. പിന്നെ ഒന്ന് സ്ത്രീലിംഗം തഫ്തഹീന, നീ ഒരു സ്ത്രീ തുറക്കുന്നു. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടാകും. യഫ്തഹൂന എന്ന് പറഞ്ഞിടത്തും തഫ്തഹൂന എന്ന് പറഞ്ഞിടത്തും എന്ത് പറഞ്ഞു? യഫ്തഹൂന, അവർ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു. തഫ്തഹൂന, അവർ പുരുഷന്മാർ തുറക്കുന്നു. തഫ്തഹൂന, നിങ്ങൾ പുരുഷന്മാർ തുറക്കുന്നു. യഫ്തഹാനി, അവർ രണ്ടുപേർ തുറക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ രണ്ടുപേർ. അപ്പോൾ അവർ രണ്ടുപേരെന്ന് പറയുന്നത് സ്ത്രീകളുമാകാം പുരുഷന്മാരുമാകാം, സ്ത്രീകളുമാകാം പുരുഷന്മാരുമാകാം. അതേപോലെ തഫ്തഹാനി എന്ന് പറഞ്ഞതും നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞതും പുരുഷന്മാരുമാകാം സ്ത്രീകളുമാകാം. അതേപോലെ തഫ്തഹീന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ചാണ്. തഫ്തഹീന. അപ്പൊ ഇതിനെല്ലാം കൂടെ നമുക്ക് ചെറിയ ഒരു ഷോർട്ട് കട്ട്. എന്താണ്? ആനി ഈന ഊന, ആനി ഈന ഊന, അല്ലെങ്കിൽ ഊന ആന, അല്ല, ആനി ഈന ഊന പറയുന്നതായിരിക്കും എളുപ്പം. ആനി ഈന ഊന. ഈ ആനി ഈന ഊനയിൽ അവസാനിക്കുന്ന ക്രിയകളെ എന്ത് ചെയ്യുന്നു? അപൂർണ ക്രിയകളെ എന്ത് പറയുന്നു? പഞ്ചക്രിയകൾ എന്ന് പറയുന്നു. ആനി ഈന ഊന. ഇനി ഇതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അഡീഷണൽ, കുറെ കാര്യങ്ങൾ അഡീഷണലാണ് ഇതിൽ. യഫ്അലാനി തഫ്അലാനി എന്ന് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്നതല്ല. പക്ഷേ നമ്മൾ ഈ 5 ക്രിയകൾ പഠിക്കുമ്പോൾ ഈ 5 ക്രിയകൾ, ഗ്രാമറിൽ 5 ക്രിയകൾ നമ്മൾ ഫിനിഷ് ചെയ്തു. അതൊരു വലിയ സബ്ജക്റ്റാണ്. 5 ക്രിയകൾ എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ്. ഇപ്പൊ ഈ 5 ക്രിയകൾ 5 ക്രിയകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആനി ഈന ഊനയിൽ അവസാനിക്കുന്ന അപൂർണ ക്രിയകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവയെ, ആ ക്രിയകളെ 5 ക്രിയകൾ അൽ അഫ്ആൽ ഹംസ എന്ന് അറബി വ്യാകരണത്തിൽ വിളിക്കപ്പെടുന്നു. പിന്നെ ഉള്ളത് യഫ്അലു എന്ന് പറഞ്ഞപ്പോൾ യഫ്അലു യഫ്അലൂന എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? യഫ്അലു ഹുവ ആണല്ലോ. ഹുവ ഹും, അൻത അൻതും, അന നഹ്നു, ഹിയ, ഇത്തരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന യഫ്അലാനിയെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഹുമാ എന്നാണ്. ഹുമാ. ഹുവ കഴിഞ്ഞിട്ട് ഹുമായുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ആണ് പഠിക്കുന്നത്. ഹുവ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഹുമാ. അതേപോലെ അൻത കഴിഞ്ഞിട്ട് എന്തുണ്ട്? അൻതുമ. അൻത അൻതുമ, അൻതുമ ഉണ്ട്. അപ്പോ ഹുമായും അൻതുമായും എന്താണ്?
പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ളതാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ച 7 സർവനാമങ്ങൾ ഒരു ടേബിളിൽ എഴുതി വയ്ക്കുക. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു, ഹിയ. 7 സർവനാമങ്ങൾ. 7 സർവനാമങ്ങൾ എങ്ങനെ എഴുതി വയ്ക്കണം? വളരെ വിശാലമായ ഒരു പേപ്പറിൽ വിശാലമായിട്ട് എഴുതി വയ്ക്കുക. നമുക്ക് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ വിശാലമായ പേപ്പറുകളാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ചെറിയൊരു പേപ്പറിൽ ചെറിയ അങ്ങനെയല്ല. അത് കാരണം എന്താണ്? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പൊ നിങ്ങൾ 100 ബില്യൺ സെല്ലുകളുള്ള 100 ലക്ഷം കോടി അറകളുള്ള ബ്രെയിനിലാണ് എഴുതുന്നത്. ആ ബ്രെയിനിൽ സേവ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം? വളരെ വിശാലമായ ഒരു പേപ്പർ എടുത്തിട്ട് നേരെ വെച്ചിട്ടോ തിരിച്ചു വെച്ചിട്ടോ എഴുതി തന്നെ 7 സർവനാമങ്ങൾ വിശാലമായിട്ട് എഴുതി അവിടെ ഈ ഗ്യാപ്പ് ഇട്ടിട്ട്. ഇപ്പൊ ഹുവ, ഹും എന്നെഴുതി. ഹുവ, ഹും, അൻത, അൻതും. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. അപ്പൊ ഹുവ എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ചെയ്തത്? ഹും എഴുതിയ. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. നഹ്നു കഴിഞ്ഞിട്ട് അതിന്റെ താഴെ എന്തുണ്ട്? കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഹിയയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഹുവ കഴിഞ്ഞതിന് ശേഷം വേറൊരു കളറിൽ ഹുമാ എഴുതുക. ഹുവ, ഹുമാ ഉണ്ട്. ഹുവ, ഹുമാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ബ്ലാക്ക് കളറിലാണ് എഴുതിയെങ്കിൽ എന്ത് ചെയ്യുക? ഹുവ, ഹും ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഹുമാ എഴുതി ചേർക്കുക. വേറൊരു കളറിൽ, റെഡ് കളറോ അല്ലെങ്കിൽ അതായത് ബ്ലൂവും ബ്ലാക്കും അല്ലാത്ത കളർ മറ്റൊരു കളറിൽ എഴുതി ചേർക്കുക. ഗ്ലിറ്ററിങ് കളറൊക്കെ കിട്ടും നിങ്ങൾക്ക്, പ്രത്യേകിച്ച് തിളക്കമുള്ള കളർ. അങ്ങനെ പ്രത്യേകം പല കളറൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതാം. ഇപ്പൊ ഹുമ അവിടെ ചേർത്തു. ഹുവ, ഹുമ. പിന്നെ താഴെ എന്തുണ്ട്? ഹുവ, ഹും കഴിഞ്ഞതിന് ശേഷം അൻത, അൻതുമുണ്ട്. അപ്പൊ അൻത, അൻതുമിനിടയ്ക്ക് എന്ത് ചെയ്യുക? അൻത, അൻതുമിനിടയ്ക്ക് അൻതുമ എഴുതിക്കുക. അൻത, അൻതുമ, അൻതും. അപ്പൊ അത് വേറൊരു കളർ കൊണ്ട് എഴുതുക. ഏത്? ഹുമ എഴുതിയ അതേ കളർ കൊണ്ട് അൻതുമായും എഴുതുക. അങ്ങനെ. പിന്നെ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? തഫ്തഹീന പഠിച്ചു. തഫ്തഹീനയുടെ സർവനാമം എന്താണ്? അൻതിയാണ്. അൻതി. അപ്പൊ എന്ത് ചെയ്യാ? അൻതയുടെ താഴെ ഗ്യാപ്പ് ഉണ്ടല്ലോ, നേരത്തെ ഇടയിൽ ഗ്യാപ്പ് ഹുവ കഴിഞ്ഞിട്ട് ഹുമായുടെ രണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് എന്ത് ചെയ്തത്? നമ്മൾ ഹുമ എഴുതിയത്. ഹുവയുടെയും ഹുമ്മിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഹുമ എഴുതിയത്. ഇനി അൻതയുടെ താഴെ എന്തുണ്ട്? അന, നഹ്നു എന്ന് പറഞ്ഞല്ലോ. അൻതയുടെ താഴെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക? അൻതി എഴുതുക, വേറൊരു കളർ. അപ്പോൾ ഒരു അൻതി ഉണ്ട്. അപ്പൊ അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ, അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ. 5 ക്രിയകളുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഇവിടെ തീർന്നു. സബ്ജക്റ്റ് അല്ല, 5 ക്രിയകൾ ഏതാണ് എന്നത് നമ്മളിവിടെ കഴിഞ്ഞു. ഏതാണ് 5 ക്രിയകൾ? ആന, ഈന, ഊനയിൽ അവസാനിക്കുന്ന അപൂർണ ക്രിയകളാണ് 5 ക്രിയകൾ. ഊന, 2 ഊന നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യഫ്അലൂന, തഫ്അലൂന. അത് കൂടാതെ അതിനെ രണ്ടിനെയും എന്താക്കുക? ആനി ചേർക്കുക. ഊനയ്ക്ക് പകരം ആനി ചേർക്കുക. ആനിയാണ് കേട്ടോ. അപ്പോ യഫ്അലാനി, തഫ്അലാനി, അത് രണ്ടും തീർന്നു. പിന്നെ ഉള്ളത് സ്ത്രീലിംഗത്തിന്റെ ഒരു രൂപമാണ് തഫ്അലീന അല്ലെങ്കിൽ തഫ്തഹീന എന്നതാണ് ആ രൂപം. ഇത്രയും ക്രിയകളെ എന്ത് പേര് പറയും? 5 ക്രിയകൾ എന്ന് പറയും. ഇവയുടെ വിഷയം എന്താണെന്നുള്ളത് ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ അല്ല, ഒരു ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോ നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സംഗതി, അതായത് ഇപ്പൊ പറഞ്ഞ 5 ക്രിയകൾ ഞാൻ വളരെ വിശാലമായി കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പഠിക്കാൻ വേണ്ടി ഒരുപാട് സംഗതിയില്ല. പറഞ്ഞതിൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് സംഗതിയില്ല. ആന, ഈന, ഊനയിൽ അവസാനിക്കുന്ന അപൂർണ ക്രിയകളാണ് 5 ക്രിയകൾ എന്ന് പറയുന്നത്. യഫ്അലൂന, തഫ്അലൂന, യഫ്അലൂന, തഫ്അലൂന, യഫ്അലാനി, തഫ്അലാനി, തഫ്അലീന. ഇതാണത്. ഇനി ഫഅല അത്തഅജ്ജുബ്. ഫഅല അത്തഅജ്ജുബ് നിഅമ വ ബിഅസ. ഖുർആനിൽ 18 നിഅമയുണ്ട്, 40 ബിഅസയുണ്ട്. ഫഅല അത്തഅജ്ജുബ് എന്ന് പറയുമ്പോൾ ഫഅലാനി അത്തഅജ്ജുബ് എന്നാണ്. ഫഅലാനി അത്തഅജ്ജുബ്. ഫഅലാനി അധികം അത്തഅജ്ജുബ്. ഫഅലാനിയെ തഅജ്ജുബിലേക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ
ആനി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ പഠിച്ചോളുക. ആനി എന്ന് പറയുന്ന ഒരു നൗണിന് ആനി ചേർത്താൽ എന്താവും? ദ്വിവചനം. ഫഅല ഫഅല അല്ല, യഫ്അലു യഫ്അലാനി എന്നാണ് നമ്മൾ നേരത്തെ വിളിച്ചത്. അതെന്താണ്? അവർ രണ്ടുപേർ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയം നൗണിനെ ആനി ചേർത്താൽ, നൗൺ ഇപ്പോൾ ഉദാഹരണം ഇസ്മുൻ എന്ന് പറയും. ഇസ്മുൻ എന്ന് പറഞ്ഞ ഒരു നാമമാണല്ലോ. ഇനി ഇസ്മുൻ എന്ന് പറഞ്ഞ ആ നൗണ്, ഇസ്മുൻ എന്നത് ഏകവചനമാണ്. അതിനെന്ത് ചെയ്യുക? ഡ്യുവൽ ഫോം ആക്കുക, ദ്വിവചനമാക്കുക. എങ്ങനെയാക്കാം? ആനി ചേർത്താൽ മതി. ഇസ്മാനി. അപ്പൊ എല്ലാ നൗണും, ഏത് നൗൺ എടുത്താലും ആ നൗണിൽ ആനി ചേർത്താൽ എന്തായി? ദ്വിവചനമായി. ഇസ്മാനി, നജ്മുൻ, നജ്മാനി, ഉസ്താദിൻ, ഉസ്താദാനി. കേട്ടോ? അതേപോലെ മുഅല്ലിമത്തുൻ, മുഅല്ലിമത്തുൻ അധ്യാപിക, മുഅല്ലിമത്താനി രണ്ട് അധ്യാപികമാർ. ഓക്കെ. കൂബുൻ അല്ലെങ്കിൽ കഅസുൻ കപ്പ്, കൂബുൻ കപ്പ്, കൂബാനി രണ്ട് കപ്പുകൾ. അങ്ങനെ ഏത് നൗണിനെയും ആനി ചേർത്താൽ എന്തായി? ദ്വിവചനമായി. നമ്മൾ മുമ്പ് ഇത് പഠിച്ചിട്ടുണ്ട്, ദ്വിവചനത്തിന് ആനി ഉണ്ടെന്ന്. എവിടെ? സൂറത്തുൽ ലഹബില്. യദൻ ഒരു കൈ, യദാനി രണ്ട് കൈകൾ. പക്ഷെ ആ യദാനി അല്ലെങ്കിൽ ആ ആനി എന്ന് പറയുന്ന ദ്വിവചനത്തിന്റെ നീയെ, അങ്ങനെയുള്ള ആ ദ്വിവചനത്തെ തൊട്ടടുത്ത നാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നീ പോകും, പിന്നെ ആ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഫഅല അത്തഅജ്ജുബ് എന്ന് പറയും. ഫഅല അത്തഅജ്ജുബ് എന്ന് ചേർത്ത് വായിക്കാൻ പറ്റുള്ളൂ. ഫഅല അത്തഅജ്ജുബ്, ആശ്ചര്യത്തിന്റെ രണ്ട് ക്രിയകൾ. യദാ അബീ ലഹബിൻ, യദാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ രണ്ട് കൈകൾ. അപ്പൊ അവിടെ ഇന്റെ എന്ന അർത്ഥം ഉള്ളത് കൊണ്ടാണ് നീ പോയത്. ഓക്കെ. നിഅമയും ബഅസയും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഗ്രാമറിൽ എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് വേറെ ഒരു സംഗതിയും പഠിക്കാനില്ല. ഇതിന്റെ ഒരു പ്രയോഗമാണ്. അതിന് ശേഷം വരുന്നതിന് എന്ത് ചെയ്യണം, അത് ചെയ്യണമെന്നൊന്നുമില്ല. കേട്ടോ? ഒരുപാട് സംഗതി അതിൽ പറയാനില്ലെന്നല്ല, യഥാർത്ഥത്തിൽ അവിടെ ലമ്മ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ എന്ത് ചെയ്യേണ്ടതില്ല, കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് അൽ കഹ്ഫിലെ 29 മുതൽ 31 വരെയുള്ള സൂക്തങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇത് മനസ്സിലാവും. ഈ ഭാഗം നിഅമയുടെയും ബഅസയുടെയും പ്രയോഗം മനസ്സിലാവും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشفي الوجوه بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتها الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. നമ്മൾ പഠിച്ച വാക്കുകളാണ് ഇതിൽ. നേരത്തെ പറഞ്ഞതുപോലെ 80% പദങ്ങളും നമ്മൾ പഠിച്ചതായിരിക്കും. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഖുൽ നീ പറഞ്ഞു കൊടുക്കുക, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, യാഥാർത്ഥ്യം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കാം. നമ്മൾ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചു കൊള്ളട്ടെ, ഇഷ്ടമുള്ളവൻ അവിശ്വസിച്ചു കൊള്ളട്ടെ.
ഇന്ന അഅ്തദ്ന ലിദ്ദാലിമീന നാറൻ. അഅ്തദ്നയാണ് ഒരു പുതിയ വാക്ക്. നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നാം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ലിദ്ദാലിമീന അക്രമികൾക്ക്, നാറൻ തീ. അഹാത വലയം ചെയ്തു, അഹാത വലയം ചെയ്തു. അഹാത ബിഹിം സുറാദിഖുഹ, അതിലെ ആവരണം അല്ലെങ്കിൽ പുതപ്പ്. വഇൻ യസ്തഗീസു യുഗാസു, വഇൻ യസ്തഗീസു അവർ ദാഹജലം ആവശ്യപ്പെട്ടാൽ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഗൈസ്, അല്ലാഹുമ്മ അസ്ഖിന അൽ ഗൈസ്, മഴയ്ക്ക് ആവശ്യപ്പെടുക എന്ന്, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ആവശ്യപ്പെടുക. ഫഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്ബിൽ വുജൂഹ്. അവര് കുടിക്കാൻ ആവശ്യപ്പെട്ടാൽ അവർക്ക് പാനീയമായി നൽകപ്പെടുന്നത് എന്താണ്? കൽമുഹൽ, കത്തി എരിഞ്ഞ, എന്താണ്, കത്തിക്കാളുന്ന ദ്രാവകമാണ്. യശ്ബിൽ വുജൂഹ്, ആ മുഖം, ആ ദ്രാവകം അവർ വായോട് അടുപ്പിക്കുമ്പോഴേക്കും യശ്ബിൽ വുജൂഹ്, അത് മുഖങ്ങളെ കരിച്ചു കളയും. ബിഇസ ശറാബു, ഇവിടെയാണ് നമ്മുടെ വിഷയം. ബിഇസ ശറാബു, എത്ര മോശമായ പാനീയമാണത്. ബിഇസ ശറാബു. അപ്പൊ ബിഇസ എന്ന് പറഞ്ഞ വാക്ക് എത്ര മോശം. അശ്ശറാബു പാനീയം, ബിഇസ ശറാബു. അപ്പോ ബിഇസയ്ക്ക് ശേഷം വരുന്ന നാമം എന്താണ്? ലമ്മിലാണ് അവസാനിക്കുന്നത്. ബിഇസ ശറാബു. ഇവിടെ ലമ്മ അടിസ്ഥാന അടയാളമായതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു അടയാളമുണ്ട് എന്ന് പഠിക്കേണ്ട കാര്യമില്ല. ബിഇസ ശറാബു, എത്ര മോശമായ പാനീയം. വസ്സാഅത് മുർത്തഫഖ, മോശമായ, മുർത്തഫഖ അഭയ സങ്കേതവും. ഇനി വിശ്വാസികൾക്കാണെങ്കിലോ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തവർ. ഇന്ന നാം, ലാ നുദിഉ, നുദിഉ അദാഅ യുദിഉ പാഴാക്കി, ലാ നുദിഉ നാം പാഴാക്കുകയില്ല, അജ്റ മൻ അഹ്സന അമല, അജ്റ കൂലി, മൻ അഹ്സന അമല പ്രവർത്തനം നന്നാക്കിയവന്റെ, ശരിയായ രീതിയിൽ നല്ല രീതിയിൽ സൽക്കർമ്മം ചെയ്തവരുടെ പ്രവർത്തനങ്ങളെ നാം പാഴാക്കുകയില്ല. ഉലൈക ലഹും അവർക്കുണ്ട്, ഉലൈക അക്കൂട്ടർ ലഹും അവർക്കുണ്ട് ജന്നാത്തു അദിനിൻ, നമ്മൾ പഠിച്ചതാണ്, ശാശ്വതമായ തോട്ടങ്ങൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നു. യുഹല്ലൗന, യുഹല്ലൗന എന്ന് പറഞ്ഞാൽ അവർ ആഭരണം അണിയിക്കപ്പെടും, അവർ ആഭരണം അണിയിക്കപ്പെടും. ഫിഹ അവിടെ, മിൻ അസാവിറ വളകൾ. എങ്ങനെയുള്ള വളകൾ? മിൻ ദഹബിൻ സ്വർണത്തിന്റെ വളകൾ അവർക്ക് അണിയിക്കപ്പെടും. വയൽബസൂന അവർ ധരിക്കും, അവർ ഉടുക്കും അല്ലെങ്കിൽ ധരിക്കും. സിയാബൻ വസ്ത്രങ്ങൾ, ഖുദ്റൻ പച്ചവർണ്ണമുള്ള, മിൻ സുന്ദുസിൻ വൈസ്തബറഖിൻ നല്ല പട്ടിന്റെ വസ്ത്രം, പച്ച പട്ട് വസ്ത്രം അവരെന്ത് ചെയ്യും? ധരിക്കും. മുത്തക്കിഈന ഫീഹ അവർ അവിടെ അലൽ അറായിക്ക് ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കും. നിഅമസ്സവാബു, നിഅമസ്സവാബു ഇവിടെ രണ്ടാമത്തെ വിഷയം. നിഅമസ്സവാബു എത്ര നല്ല സവാബ് പ്രതിഫലം, എത്ര നല്ല പ്രതിഫലം. വഹസുനത് മുർത്തഫഖ അതേപോലെ മഹനീയമായ ഹസുനത്ത്, ഹസുന നന്നായി തീർന്നു, മുർത്തഫഖൻ അഭയ
സ്ഥാനം. അപ്പൊ ഇതാണ് നിഅമസ്സവാബു ബിഅസശ്ശറാബു. നിഅമസ്സവാബു ബിഅസശ്ശറാബു. ഇപ്പൊ നിഅമയും ബേസയും നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി നിഅമയും ബേസയും എവിടെ വന്നാലും അതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. എത്ര നല്ലത് അല്ലെങ്കിൽ ആശ്ചര്യകരമായ ഒരു പ്രയോഗമാണ് അത്. ഈ ഭാഗം നിങ്ങൾ പരിഭാഷ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാൻ. എനിക്ക് നമ്മുടെ ഖുർആന്റെ ഭാഗം കൂടി കവർ ചെയ്യേണ്ടതിനാൽ ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിഅസ ശറാബു, എത്ര മോശമായ പാനീയം, നിഅമസ്സവാബു, എത്ര നല്ല പ്രതിഫലം. ഇതാണ് ബിഅസ എന്ന് പറഞ്ഞാൽ എത്ര മോശമായത്, നിഅമ എത്ര നല്ലത്. നമുക്ക് ഖുർആന്റെ ഭാഗം നോക്കാം. ബസ് ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളെല്ലാവരുടെയും മൈക്ക് ഭാഗത്തുനിന്നും ഓൺ ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, അറിയാതെ ഓണായി പോയതാ. ഓക്കെ, ശരി. അബസ്, സൂറത്തു അബസ്, അവസാന ഭാഗം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹ് വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറഹ് ضاحكത്തും മുസ്തബ്ശിറഹ് ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി. ഇതാണ് പറഞ്ഞു വന്നത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ വിരണ്ടോടുന്ന ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തൻ്റെ സഹോദരനിൽ നിന്നും. വ അബീഹി യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വിരണ്ടോടുന്ന ദിവസം. വ സാഹിബത്തിഹി വ ബനീഹി, തൻ്റെ സഹധർമ്മിണിയിൽ നിന്നും. വ ബനീഹി, തൻ്റെ മകനിൽ നിന്നും. എന്താ കാരണം? ലികുല്ലി ഇംരിഇൻ, കുല്ല് എല്ലാം, ഇംരിഇ നമ്മൾ നേരത്തെ വ്യത്യസ്ത രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. മർഉൻ എന്ന് പറയും മനുഷ്യൻ, ഇംറഉൻ എന്ന് പറയും ഇംറഉൻ. വ ഇൻ ഇംറഉൻ ഹലക ലൈസ ലഹു വലദുൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇൻ ഇംറഉൻ ഹലക ലൈസ ലഹു വലദുൻ, ഒരാൾ മരിച്ചു, ലൈസ ലഹു വലദുൻ, അവന് കുട്ടിയില്ല. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇംറഉൻ? മർഉ നമ്മൾ തുടക്കത്തിൽ പഠിച്ചു. യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ വിരണ്ടോടുന്ന ദിവസം. അപ്പോ ഈ മർഉൻ എന്നതും ഇംറഉൻ എന്നതും എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ എന്ത് വന്നു? ഇംരിഇൻ എന്ന് വന്നു. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇംറഉൻ എന്ന് പറഞ്ഞപ്പോ അവസാനം എന്താണ്? ലമ്മത്താണ്. അവസാനം ലമ്മത്താണ് ഇംറഉൻ എന്ന് പറയുമ്പോൾ. അങ്ങനെ അവസാനം ലമ്മത്ത് വന്നാൽ അതിന്റെ റാഇനും ലമ്മത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ലമ്മത്ത് കൊടുക്കണം. ഇംറഉ പോലുള്ള ചില നാമങ്ങൾക്കാണ് ഈ പ്രത്യേകതയുള്ളത്. അതേപോലെ ഇംറഉന്റെ അവസാനം കെസ്റാണ് വരുന്നതെങ്കിൽ ഇംരിഇൻ എന്നാണ് പറയേണ്ടത്. അതിന് അവസാനം കെസ്ർ കൊടുക്കുന്നതോടൊപ്പം തന്നെ റാഇനും കെസ്ർ കൊടുക്കണം.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ലീ വന്നു, ലീ കുല്ലി എന്ന് വന്നു. കുല്ലിന് ശേഷം വരുന്നതിന് എല്ലാത്തിനും എന്തായിരിക്കും? കെസറിൽ അവസാനിക്കും. വൈലുല്ലി കുല്ലി ഹുമസത്തിൻ കുല്ല ഇൻസാനിൻ അൽസംനാഹു. അപ്പോ അതേപോലെ കുല്ലിന് ശേഷം വരുന്ന കുല്ലും എന്താണ്? കെസർ ചെയ്യപ്പെട്ടതായിരിക്കും. കുല്ലെന്ന് പറഞ്ഞാൽ കുല്ലിന് ശേഷം വരുന്ന എല്ലാം, അത് അർത്ഥത്തിലാണ് കുല്ലിന് ശേഷം വരുന്ന കുല്ലും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ലീ കുല്ലി ഇംരിഇൻ, അപ്പൊ അവിടെ കെസർ ചെയ്യപ്പെട്ടത് കൊണ്ട് എന്ത് ചെയ്യണം? റായിനും കെസർ ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ അതിന് നാമം പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇംറുൻ എന്നാ പറയേണ്ടത്. കാരണം എന്താ? അടിസ്ഥാനപരമായി നാമം ലമ്മ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇംറുൻ എന്നാണ് പറയേണ്ടത്. പക്ഷേ കെസർ ചെയ്യപ്പെട്ട് വരുമ്പോൾ ഇംരിഇൻ എന്ന് പറയും. അപ്പൊ അതിന് റായിനെ നേർപ്പിക്കുകയും വേണം. ഇൻ മിൻഹും, അവരിൽപ്പെട്ട, അവരിൽ നിന്നുള്ള, യൗമ ഇതിൻ, അന്നേ ദിവസം, അതിലെ ഓരോ മനുഷ്യനും ഉണ്ട്. എന്തുണ്ട്? ഷഅനുൻ, കാര്യം. ഷഅനുൻ, നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം, ഞാനൊരു കാര്യം പറയാൻ പോകുന്നു. എന്തി ഷഅനുൻ, എൻ്റെ അടുത്ത് എനിക്കൊരു കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഷഅൻ, അതാണ് കാര്യം. യുഗ്നീഹി, യുഗ്നി, അഗ്ന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? മാ അഗ്ന അൻഹു മാലുഹു, അവന് പ്രയോജനം ചെയ്തില്ല. അപ്പോൾ അഗ്ന യുഗ്നി, പ്രയോജനം ചെയ്തു. അതേപോലെ തന്നെ സഫിഷ്യന്റ്, ഇനഫ് എന്ന അർത്ഥത്തിലും അഗ്ന എന്ന വാക്ക് ഉപയോഗിക്കും. ഇനഫ് ഓർ സഫിഷ്യന്റ്, മതിയായത് അല്ലെങ്കിൽ വേണ്ടത്ര എന്ന അർത്ഥത്തിലും വരും. അപ്പോൾ അഗ്ന ഇവിടെ എന്താണ്? യുഗ്നി, അഗ്ന യുഗ്നി, അഗ്നയുടെ അപൂർണ ക്രിയയാണ് യുഗ്നി. അൻസല യുൻസിലു, അൻസല ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പക്ഷെ അവസാനം ദുർബലാക്ഷരമായതുകൊണ്ടാണ് അഗ്ന എന്ന് പറയുന്നത്. അഗ്ന എന്ന് പറയുമ്പോൾ അവസാനം എന്തുണ്ട്? ഹദായുടെ പോലുള്ള അലിഫുണ്ട്, അല്ലെങ്കിൽ യാന്റെ ഷേപ്പിലുള്ള അലിഫുണ്ട്. യുഗ്നി, യുഗ്നി പ്രയോജനം ചെയ്തു, അല്ലെങ്കിൽ മതിയായതായി, മതിയായതായി, വേണ്ടത്രയായി. അവന് ഓരോരുത്തരും വേണ്ടത്ര കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, തൻ്റെ ഉമ്മയെ നോക്കാൻ സമയമില്ല, അതിനേക്കാളും അവന് പ്രധാനപ്പെട്ട വേറെ കാര്യമുണ്ട്. തൻ്റെ സഹോദരൻ വന്നു, അവനെ ശ്രദ്ധിക്കാൻ സമയമില്ല, അതിനേക്കാളും വലിയ കാര്യം അവനുണ്ട്. വാപ്പയെ കണ്ടു, വാപ്പയെ കണ്ടിട്ട് ശ്രദ്ധിക്കാൻ സമയമില്ല, അതിനേക്കാളും വലിയ കാര്യം വേറെയുണ്ട്. തൻ്റെ സഹധർമ്മിണിയെ കണ്ടു, അതിനേക്കാളും വേറെ കാര്യം അവനുണ്ട്. തൻ്റെ കാര്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക്, ഞാൻ വിശദീകരിക്കാതെ തന്നെ നമ്മൾ സ്വന്തം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ സാഹചര്യം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. അല്ലാഹു അത്തരം സന്ദർഭത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതാണ് ആ അവസ്ഥ, അവിടുത്തെ ആ സന്ദർഭം. ഉജൂഹുൻ യൗമഇദിൻ, അന്ന് ചില മുഖങ്ങൾ. ഇത് നമ്മൾ നേരത്തെ സൂറത്തുൽ ഗാശിയയിൽ പഠിച്ചിട്ടുണ്ട്. ഉജൂഹുൻ, വജ്ഹുൻ, ഉജൂഹുൻ. അപ്പൊ ചില എന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി? സ്പെസിഫിക് അല്ലാതെ പറഞ്ഞുകൊണ്ടാണ്. സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ എന്ത് വേണം? അൽ വേണം, അല്ലെങ്കിൽ മറ്റൊന്നിനോടൊപ്പം ചേർത്ത് പറയണം, ഇലാഫത്ത് ചെയ്യണം. ഇലാഫത്ത് ചെയ്താൽ സ്പെസിഫിക് ആയി. ഒന്നുകിൽ അൽ ചേർക്കണം, അല്ലെങ്കിൽ ഇലാഫത്ത് ചെയ്യണം. ഒരു നാമം സ്പെസിഫിക് ആകണമെങ്കിൽ. ഉദാഹരണം കലമ് എന്ന് പറഞ്ഞു, കലമുൻ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് അല്ല, സെർട്ടൻ അല്ല, അൺസെർട്ടൻ ആണ്. അത് സ്പെസിഫിക് ആക്കി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അൽ കലമു, ദ പെൻ, അല്ലെങ്കിൽ കലമു സെയ്ദിൻ, സെയ്ദിന്റെ പേന. സെയ്ദിന്റെ പേന എന്ന് പറയുന്നതോടുകൂടി എന്തായി? അത് സ്പെസിഫിക് ആയി. അല്ലെങ്കിൽ അൽ ചേർത്ത് പറയുന്നതോടുകൂടി സ്പെസിഫിക് ആയി. അങ്ങനെ സ്പെസിഫിക് അല്ലാതെ പറഞ്ഞാൽ എന്തായി? ചില എന്നല്ലേ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റൂ. അതാണ് ചില ചേർത്ത്. ഉജൂഹുൻ യൗമഇദിൻ, ചില മുഖങ്ങൾ അന്ന്, മുസ്ഫിറത്തുൻ, പ്രസന്നമായിരിക്കും. പ്രസന്നം, തെളിഞ്ഞത്, പ്രകാശപൂരിതമായത് ആയിരിക്കും. പ്രകാശം കൊണ്ട് തെളിഞ്ഞത്, സന്തോഷം കൊണ്ട് പ്രസന്നമായത്, നമുക്കറിയാമല്ലോ.
ജൂഹുൻ യൗമഇദിൻ മുസ്ഫിറത്ത്, ചില മുഖങ്ങൾ അന്ന് പ്രസന്നങ്ങളായിരിക്കും. ലാഹിക്കത്തുൻ, ലാഹിക്കത്ത് നമ്മൾ എവിടെ പഠിച്ചല്ലോ. ഈ വാക്ക് അതെ, യദ്ഹക്കൂനുണ്ട്, യദ്ഹക്കൂന്, തദ്ഹക്കൂനുണ്ട്. ലഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു. ഏത് സൂറത്തിലെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാം ഇത് സൂറത്തുൽ മുത്തഫിഫീനിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹക്കൂൻ. ഇന്നല്ലദീന അജ്റമു, കുറ്റവാളികൾ, കാനൂ മിനല്ലദീന ആമനു, സത്യവിശ്വാസികളെ സംബന്ധിച്ച് യദ്ഹക്കൂൻ, ചിരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇവിടെ ചില മുഖങ്ങൾ പ്രസന്നങ്ങളായിരിക്കും, ലാഹിക്കത്തുൻ, ചിരിക്കുന്നവയായിരിക്കും. മുസ്തബിഷിറത്തുൻ, ബഷീർ നമുക്കറിയാം. ബഷീർ എന്താണ്? ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറും നദീറുമായിട്ട് അയച്ചിട്ടുള്ളതാണ് പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറും നദീറും, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനും. ഇപ്പൊ ഇവിടെ മുസ്തബിഷിറത്തിൻ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നതാണ്, സന്തോഷവാന്മാരായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും. ലാഹിക്കത്തും ചിരിക്കുന്നതായിരിക്കും, മുസ്തബിഷിറത്തും സന്തോഷമുള്ളതുമായിരിക്കും. അപ്പോൾ ലഹിക്ക ഇത് അപൂർണക്രിയയാണ്. യദ്ഹക്കു ഏത് ഗ്രൂപ്പിൽ വരും? അത് സമിഅ യസ്മഉ ഗ്രൂപ്പിൽ. ലഹിക്ക യദ്ഹക്കു. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. നമ്മളിത് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലഹിക്ക, കാരണം ഇത് അപൂർവമായി വരുന്ന 5-ൽ താഴെ പ്രാവശ്യം വന്നിരിക്കുന്ന ക്രിയകൾ നമ്മൾ ടേബിളിൽ കൊടുത്തിട്ടില്ല. ടേബിളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ 80% വൊക്കാബുലറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കോഴ്സിൽ പഠിച്ച ക്രിയകൾ, പ്രത്യേകിച്ചും അതേപോലെ അതിനുശേഷം ഖുർആൻ വായനയിലൂടെ കണ്ടെത്തിയ ക്രിയകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കുക. ലഹിക്ക യദ്ഹക്കു. അപ്പോൾ അതാണ് ലാഹിക്കുൻ. ലഹിക്കയുടെ കർത്താവ് രൂപണം ലാഹിക്ക്, അതിനെ സ്ത്രീലിംഗമാക്കിയാണ് ലാഹിക്കത്തുൻ. അങ്ങനെയുണ്ട് നമ്മൾ പഠിച്ച എല്ലാ ക്രിയകളും എന്ത് ചെയ്യാം? അതിനെ കർത്താവ് ഉണ്ടാക്കാം, കർത്താവിനെ സ്ത്രീലിംഗമാക്കാം, അതിന്റെ ബഹുവചനം ലാഹിക്കാത്തുൻ ആക്കാം. ഓക്കെ. അപ്പോൾ ലാഹിക്കത്തുൻ മുസ്തബിഷിറത്തുൻ, ചിരിക്കുന്നവയും സന്തോഷിക്കുന്നവയുമായിരിക്കും. വവുജൂഹുൻ യൗമഇദിൻ, ചില മുഖങ്ങൾ അന്ന്, അലൈഹ ഗബറത്തുൻ, അവയ്ക്ക് മേൽ എന്തുണ്ടാകും? പൊടി ഉണ്ടാകും. ഗബറത്തുൻ, പൊടിപടലം. ഗുബാറുൻ, ഗബറത്തുൻ, ഗുബാറുൻ, പൊടി. ഗബറത്തുൻ, പൊടി. ഗുബാറുൻ, പൊടിപടലം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ മ്ലാനവദനമായിരിക്കും ചില മുഖങ്ങൾ. ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ ആ മുഖത്ത് എന്തോ പറ്റിയതുപോലെ തോന്നും. നമ്മൾ മുഖം കറുത്തിരിക്കുന്നു എന്ന് പറയുമല്ലോ. മുഖം കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ നിറം കറുപ്പായത് കൊണ്ടായിരിക്കുകയില്ല, മറിച്ച് മ്ലാനമായിരിക്കും, അല്ലെങ്കിൽ ദുഃഖിതമായിരിക്കും. ആ അർത്ഥത്തിലാണ് ഇവിടെ പൊടി വരുന്നത്. പൊടി പുരണ്ടാൽ എങ്ങനെയിരിക്കും? അത്തരം ആ രീതിയിൽ മ്ലാനവദനമായിരിക്കും. അലിഹ ഖബറത്തുൻ തർഹഖുഹ, അവയെ ആവരണം ചെയ്തിരിക്കും, കവർ ചെയ്തിരിക്കും. ആ തർഹഖുഹ എന്ന് പറയാൻ കാരണം എന്താണ്? വജ്ഹിന്റെ ബഹുവചനം വുജൂഹുൻ. അതെന്താണ്? അത് സ്ത്രീലിംഗമായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചത് ഇവിടെ. തർഹഖുഹ, ആ വുജൂഹിനെ, ആ മുഖങ്ങളെ ആവരണം ചെയ്തിരിക്കും. ഖതറത്തുൻ, ഇരുട്ട്. നേരത്തെ പറഞ്ഞല്ലോ, പൊടി വരേണ്ടതാണ്, അതിനെ ഇരുട്ട് ബാധിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അത് മ്ലാനവദനമായിരിക്കും, കറുത്തിരുണ്ടതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ
ഇവിടെ വളരെ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. വുജൂഹിൻ യൗമൈദിൻ അലൈഹ ഗബറത്തുൻ, അവയ്ക്ക് മേൽ പൊടിയുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ പൊടിയല്ല അത്, മറിച്ച് എന്താണ് അത്? ആ മുഖങ്ങൾ ദുഃഖിതമായതുകൊണ്ട്, ഖിന്നിതമായതുകൊണ്ട്, മുഖം ദുഃഖിതമായതുകൊണ്ട് അല്ലെങ്കിൽ ഖിന്നമായതുകൊണ്ട്, പേടിച്ചരണ്ടിരിക്കുന്നത് കൊണ്ട് പൊടി പുരണ്ടതുപോലെ തോന്നും. അതേപോലെ അതിനെ ഇരുട്ട് ആവരണം ചെയ്തിരിക്കും, ഒരു തെളിച്ചവും ഉണ്ടാവില്ല മുഖത്ത്. ഉലൈക, അവർ, ഹും, അവർ തന്നെയാണ്, അൽ കഫറത്തു. കഫറത്ത് എന്ന് പറഞ്ഞാൽ കാഫിറൂനയുടെ മറ്റൊരു രൂപമാണ് കഫറത്ത്. കാഫിറിനെ രണ്ട് രീതിയിൽ ബഹുവചനം ഉണ്ടാക്കാം. ഒന്ന് കാഫിറൂൻ, രണ്ട് കഫറത്തുൻ. അതേപോലെ തന്നെ ഫാജിർ, സെയിം സിസ്റ്റമാണ്. ഫാജിറിനെ ഫാജിറൂന എന്നും ബഹുവചനം ഉണ്ടാക്കാം, ഫജറത്തുൻ എന്നും ബഹുവചനം ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ കാഫിറൂന എന്ന് പറയുമ്പോൾ അതൊരു സോഫ്റ്റ് സ്റ്റൈലിലുള്ള, ഒരു മൃദുലമായ രീതിയിലുള്ള ഒരു ബഹുവചനമാണ്. കഫറത്ത് എന്ന് പറയുമ്പോൾ കഠിനമായ രീതിയിലുള്ള ബഹുവചനമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, അവരാണ് സത്യനിഷേധികൾ. നിഷേധികളെ നമ്മൾ കടുപ്പിച്ച് പറയുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു കടുപ്പമുള്ള പ്രയോഗമാണ്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറത്തു, അവരാണ് സത്യനിഷേധികൾ, തെമ്മാളികൾ. വെറുതെ നിഷേധിക്കുക മാത്രമല്ല, അതായത് അവർ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചിന്തിച്ച് അങ്ങനെ ഇത് സ്വീകാര്യോഗ്യമല്ല എന്ന് തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താണ്, അവർ തെമ്മാടികളും ധിക്കാരികളും താന്തോന്നികളും ആയതുകൊണ്ട് അവർക്ക് ഈ സരണിയെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജർ, അവർ തന്നെയാണ് തെമ്മാടികളായ സത്യനിഷേധികൾ. ഇപ്പൊ കാഫിറിന്റെ ബഹുവചനം കാഫിറൂന എന്നും കഫറത്ത് എന്നും പറയാം. ഫാജിറിന്റെ ബഹുവചനം ഫാജിറൂന എന്നും ഫജറത്തുൻ എന്നും പറയാം. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജർ. ഇതോടുകൂടി ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ പഠിച്ച ഭാഗത്തില് നാം പഠിച്ച ഈ ഭാഗത്തെ ഗ്രാമർ നോക്കിയാൽ വലിയ കെട്ടിക്കൊടുക്കൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുല്ലിൻ ഇൻ എന്നതാണ് ഒന്ന്. മിൻഹും യൗമ ഇതിൻ എന്നത് യൗമ ഇതിൻ അന്ത്യം മാറാത്തൊരു സംഭവമാണ്. യൗമ ഇതിൻ എപ്പോഴും യൗമ ഇതിൻ എന്ന് തന്നെ ആയിരിക്കും വരിക. ഷഅനുൻ, യുഗ്നീഹി, അതിലൊന്നും വേറെ മാറ്റമൊന്നുമില്ല. നമ്മൾ പഠിച്ച രീതിയിൽ അത്തരം അധിക ഗ്രാമറൊന്നും പറയാനില്ല. വുജൂഹുൻ യൗമ ഇതിൻ മുസ്ഫിറത്തിൻ, അവിടെയും ഒന്നുമില്ല. വാഹിക്കത്തിൻ മുസ്തബിഷിറത്തിൻ വുജൂഹുൻ യൗമ ഇതിൻ അലൈഹ ഗബറത്തിൻ, അതിലും പറയാനില്ല. തർഹഖുഹ ഖതറത്തുൻ, തർഹഖുഹ എന്ന് പറയുന്നിടത്ത് തർഹഖുഹ ആവരണം ചെയ്തിരിക്കുന്നു. ഇപ്പൊ തർഹഖു ആവരണം ചെയ്തു, അത് ക്രിയയാണ്. ഹ എന്നത് കർമ്മമാണ്. അതിന്റെ കർത്താവ് ഖതറത്തുൻ എന്നതാണ്. അപ്പൊ അതിന്റെ കർത്താവായതുകൊണ്ട് അതിന് ലമ്മത്ത് വന്നു. അപ്പോ തർഹഖുഹ ഖതറത്തുൻ എന്നത് ക്രിയയും കർത്താവും കർമ്മവും അടങ്ങിയ ഒരു പൂർണ്ണവാക്യമാണ്. തർഹഖുഹ അതിനെ ആവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹ എന്താണ്? കർമ്മമാണ്. തർഹഖു എന്നത് ക്രിയയാണ്. ഖതറത്തുൻ കർത്താവാണ്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറത്തു, അവിടെയും പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
നമുക്ക് അൽ ബഖറയുടെ 4-ാം പേജാണ് നോക്കേണ്ടത്. പേജ് 4. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله. നമുക്ക് ഇതിലേക്ക് ഗ്രാമർ നോക്കാം, അതായിരിക്കും എളുപ്പം. മസലഹും കമസലി, നമുക്കറിയാം കമസലി, ക എന്താണ്? കസ്ർ വരുത്തുന്ന പദമാണ്. ലീമിനാൻ മഅ ബീഫി അല ഇല വഹത്ത ക, ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിലെന്തുണ്ട്? കായുണ്ട്. കമസലി, കസ്ർ വരുത്തുന്ന പദമായതുകൊണ്ട് മസലിന് കസ്ർ വന്നു. അല്ലദി ഇസ്തൗഖദ നാറൻ, ഇസ്തൗഖദ എന്ന് പറഞ്ഞാൽ കത്തിച്ചു. എന്ത് കത്തിച്ചു? നാറൻ, തീ കത്തിച്ചു. അപ്പൊ ഇസ്തൗഖദ എന്ന ക്രിയ, നാർ എന്താണ്? കർമ്മം. അപ്പൊ ഇസ്തൗഖദയുടെ കർത്താവ് അതിലടങ്ങിയിരിക്കുന്ന ഹുവയാണ്. ആ ഹുവ അല്ലദിയെ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ അല്ലതി ഏതൊരുവനാണ്? അവൻ കത്തിച്ചു. കമസലി, ഉപമ പോലെയാണ്. അല്ലതി ഒരുത്തന്റെ, അവൻ കത്തിച്ചു. ഇസ്തൗഖദ, അവൻ കത്തിച്ചു. നാറൻ, തീ. ഫലമ്മ അദാഅത്, അദാഅത്ത് എന്ന് പറഞ്ഞപ്പോ എന്തായി? അത് ക്രിയയാണ്. അത് സ്ത്രീലിംഗം വന്നു. കാരണം എന്താണ്? നാര സ്ത്രീലിംഗമായതുകൊണ്ട്. അദാഅത്ത്, അത് പ്രകാശിച്ചു എന്നാണ്, പ്രകാശിപ്പിച്ചു. മ ഹൗലഹു, അല്ലെങ്കിൽ പ്രകാശം പരത്തി. മ ഹൗലഹു, ഹൗല് ചുറ്റും. അപ്പോ അതിന് ചുറ്റുമുള്ളതിനെ എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു, അല്ലെങ്കിൽ പ്രകാശം പരത്തി. അതിന് ചുറ്റുമുള്ളതിനെ പ്രകാശം പരത്തി. അപ്പോ ഹൗല എന്താണ്? അള്ളാഹയുടെ കർമ്മമാണ്. ഹൗല, ചുറ്റും. അള്ളാഹത്ത്, അതിലടങ്ങിയ ഹിയയാണ് അതിലെ കർത്താവ്. അത് പ്രകാശം പരത്തി, അല്ലെങ്കിൽ പ്രകാശിപ്പിച്ചു. ദഹബല്ലാഹു ബിനൂരിഹിം, ദഹബയുടെ കൂടെ എന്ത് വന്നു? ബി വന്നു. ദഹബ ബി, പാഠപുസ്തകത്തിൽ ഗതി മാറി വരുമ്പോൾ എന്ന ഒരു ഭാഗമുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് ദഹബ പോയി, ദഹബ ബി കൊണ്ടുപോയി, അല്ലെങ്കിൽ പോക്കിക്കളഞ്ഞു. ദഹബല്ലാഹു ബി നൂരിഹിം, അള്ളാഹു അവരുടെ പ്രകാശത്തെ പോക്കിക്കളഞ്ഞു. അപ്പൊ ദഹബ ക്രിയയാണ്. അള്ളാഹു എന്ന നാമം അതിന്റെ കർത്താവാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന് അവസാനം ലമ്മത്ത് വന്നു. ബി നൂരിഹിം, ബി കസ്ർ വരുത്തുന്ന പദമായതുകൊണ്ട് നൂറിന് കസ്ർ വന്നു, റായ്ക്ക് കസ്ർ വന്നു. നൂരി ഹിം. തറക്കഹും, നൂരിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രകാശത്തെ. തറക്കഹും, തറക്ക അവൻ ഉപേക്ഷിച്ചു. തറക്കയുടെ കർത്താവ് അതിലടങ്ങിയിരിക്കുന്ന ഹുവയാണ്. ആ ഹുവ നേരത്തെ കടന്നുപോയ അള്ളാഹു എന്ന നാമത്തെ സൂചിപ്പിക്കുന്നു. അവൻ ഉപേക്ഷിച്ചു. ഹും, അവരെ, അതെന്താണ്? തറക്കയുടെ കർമ്മമാണ്, ഒബ്ജക്റ്റാണ്. ഫീ ലുലുമാത്തിൻ, ഫീ വന്നതുകൊണ്ട് ലുലുമാത്തിന് കസ്ർ വന്നു. ലുലുമാത്ത് എന്താണ്? സ്ത്രീലിംഗ ബഹുവചനമാണ്. അപ്പോൾ കസ്ർ കൊണ്ട് തന്നെ അതിനെ കസ്റത്ത് കൊണ്ട് തന്നെ അതിനെ കസ്ർ അടയാളപ്പെടുത്തി. ലാ യുബസിറൂൻ, അവർ ചെയ്യുന്നില്ല, കാണുന്നില്ല. തറക്കഹും ഫീ ലുലുമാത്തിൻ ലാ യുബസിറൂൻ, അതിനാൽ അവരവിടെ ഒന്നും കാണാത്തവരായ നിലയിൽ അവരെ അന്ധകാരത്തിൽ ഉപേക്ഷിച്ചു. ലാ യുബസിറൂൻ, യുബസിറൂൻ, ലാ യുബസിറൂൻ, അവർ കാണുന്നില്ല. സുമ്മുൻ ബുക്കുമുൻ അംയുൻ ഫഹും ലാ യർജിഊൻ. ഔ കസയ്യിബിൻ, ക വന്നത് കൊണ്ട് എന്ത് വന്നു? സയ്യിബിൻ, ബി സയ്യിബിന് കസ്ർ വന്നു. മിനസ്സമായി, മിന വന്നത് കൊണ്ട് സമാഇന് കസ്ർ വന്നു. ഫീഹി ളുലുമാത്തുൻ, ഫീഹി ളുലുമാത്തുൻ വറഅദുൻ വബർഖുൻ യജ്അലൂന അസാബിഅഹും, ജഅല ആക്കി അല്ലെങ്കിൽ വെച്ചു,
ജഅല ഇവിടെ വെച്ചു എന്നർത്ഥമാണ്, ആക്കി എന്നാണ് ശരിക്കും ജഅലയുടെ അർത്ഥം. യജഅലൂന അവരാക്കുന്നു അസാബിഅഹും അവരുടെ വിരലുകളെ. അപ്പൊ യജഅലൂനയുടെ കർമ്മമാണ് അസാബിഅഹും അവരുടെ വിരലുകളെ. ഫി ആദാനിഹിം ഉദുനിന്റെ ബഹുവചനം ആദാൻ, അവരുടെ വിരലുകൾ അവർ ചെവിയിൽ ആക്കുന്നു, ചെവിയിൽ വയ്ക്കുന്നു. മിന സവായക്കി, മിന വന്നതുകൊണ്ട് സവായക്കിന് കസ്ർ വന്നു, ഇടിനാദം കാരണമായി. ഇടിനാദം സവായക്ക് നാദം. ഹസറൽ മൗത്ത് മരണഭീതിയാൽ. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, ബി വന്നതുകൊണ്ട് കാഫിറൂന എന്ന് വരാതെ കാഫിരീന എന്ന് വന്നു. കാരണം മൂന വരുന്ന ക്രിയകളെ ബി വന്നാൽ ഈനയാക്കിയാണ് കസ്ർ ചെയ്യപ്പെടുന്നത്. യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. യക്കാദ് നമ്മൾ പഠിച്ചതാണ്. യക്കാദു ആകാനടുത്തു. യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറായി. അപ്പൊ യഖ്തഫു റാഞ്ചിയെടുക്കുന്നു, അബസാർ എന്താണ്? കാഴ്ച അല്ലെങ്കിൽ കണ്ണുകൾ. ആ അബസാർ എന്തായി? അതിന്റെ കർമ്മമായി തീർന്നു. യഖ്തഫു എന്നതിന്റെ അതിലടങ്ങിയിരിക്കുന്ന ഹുവയാണ് അതിന്റെ കർത്താവ്. ആ ഹുവ നേരത്തെ കടന്നുപോയ ബർക്കിലേക്ക് മടങ്ങും. യക്കാദുൽ ബർക്കു മിന്നൽ പിണർ ആകുമാറായി, യഖ്തഫു റാഞ്ചിയെടുക്കുമാറായി അബ്സാറഹും അവരുടെ കാഴ്ചകളെ. കുല്ലമ അദാഅ ലഹും മശൗ ഫീഹി, മശ നടന്നു, മശൗ അവർ നടന്നു. ഹദാ യഹ്ദി പോലെയാണ്, മശ യംശി. ഫീഹി വഇദ അളമ അലൈഹിം ഖാമു വലൗ ഷാ അല്ലാഹു, ഷാ ക്രിയ അതിന്റെ കർത്താവ് അല്ലാഹു നാമം, അതിന്റെ അവസാനം ലമ്മത്ത് വന്നു. ദഹബ ബിസമഇഹിം, ഇവിടെയും കേൾവി പോക്കിക്കളഞ്ഞു. ദഹബ ബി പോക്കിക്കളഞ്ഞു അല്ലെങ്കിൽ കൊണ്ടുപോയി. വ അബ്സാരിഹിം, അവരുടെ കാഴ്ചകളെയും കേൾവികളെയും പോക്കിക്കളയുമായിരുന്നു. വലൗ ഷാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ഇന്നല്ലാഹ, ഇന്ന വന്നതുകൊണ്ട് എന്തായി? ശേഷമുള്ള അല്ലാഹു എന്ന നാമത്തിന് ഫത്ഹത്ത് കൊടുത്തു, അല്ലാഹ എന്നാക്കി. അല കുല്ലി ഷൈഇൻ, കുല്ലിനെ കസ്ർ വരാൻ കാരണം അല മുൻകടന്നത് കൊണ്ട്, ഷൈഇന് കസ്ർ വരാൻ കാരണം കുല്ല് മുൻകടന്നുകൊണ്ട്. ഖദീറുൻ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും, അപ്പോൾ ഉഅ്ബുദൂ എന്നത് എന്താണ്? ക്രിയയാണ്. റബ്ബ് എന്നത് കർമ്മമാണ്. റബ്ബ് എന്ന നാമം കർമ്മമാണ്. അതുകൊണ്ടാണ് റബ്ബിന്റെ അവസാനം, റബ്ബ് എന്ന നാമത്തിന്റെ അവസാനം ഫത്ഹത്ത് വന്നത്, റബ്ബ എന്ന് വന്നത്. ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. വല്ലദീന അവിടെയും എന്തുണ്ട്? ഖലഖ ശ്രദ്ധിച്ചു. കും നിങ്ങളെ. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ പദവും അതിന്റെ അർത്ഥവും അറിയാമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വായിക്കുക. ഇതിൽ ഇസ്തവഖദ എന്ന പദം പുതിയതാണ്. കത്തിച്ചു എന്നാണ് അർത്ഥം. അല്ലാഹ പ്രകാശിപ്പിച്ചു, പ്രകാശപൂരിതമാക്കി. ഹൗല് ചുറ്റും, ഹൗലിന് ചുറ്റും എന്ന അർത്ഥമുണ്ട്. അതേപോലെ ലാ ഹൗല വലാ ഖുവ്വത, ഹൗല് കഴിവ് എന്ന അർത്ഥമുണ്ട്. ലാ ഹൗല വലാ ഖുവ്വത, ഒരു കഴിവും ഒരു ശക്തിയുമില്ല ഇല്ലാ ബില്ലാ, അള്ളാഹു മുഖേന അല്ലാതെ. അപ്പൊ അവിടെ ഹൗലിന് അർത്ഥം കഴിവ് എന്നാണ്. ദഹബ ബി പോക്കിക്കളഞ്ഞു, തറക്ക ഉപേക്ഷിച്ചു, അബസറ കണ്ടു, ലാ യുബ്സിറൂൻ അവർ കാണുന്നില്ല. സുമ്മുൻ ബധിരൻ, ബുക്കുമുൻ ഊമ. ഊമയെന്ന് പറഞ്ഞാൽ, സുമ്മ എന്ന് പറഞ്ഞാൽ കേൾവിയില്ലാത്തവൻ, ബുക്കുമുൻ സംസാരശേഷി ഇല്ലാത്തവൻ, അമ്യൻ കാഴ്ചശക്തി ഇല്ലാത്തവൻ. ഫഹും ലാ യർജിഊൻ, റജഅ മടങ്ങി.
ഔക സയ്യിബിൻ, സയ്യിബ് പേമാരി, മിനസ്സമായി ഫീഹി ദുലുമാത്തിൻ, എഴുതിയെടുക്കേണ്ടതില്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് എഴുതിയെടുക്കേണ്ട ഭാഗമല്ല. അതായത് ഇത് പുതിയ പദങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടാൽ ഓർമ്മയിരിക്കും. എല്ലാ പദങ്ങളും അറിയാം. ഒരു വാക്ക് മാത്രമേ അറിയാതെ ഉണ്ടെങ്കിൽ ആ വാക്ക് കേട്ടാൽ ഓർമ്മ ഉണ്ടാകും എന്ന് കരുതി പറയുന്നത്. റഅദുൻ ഇടിനാദം, ബർഖുൻ മിന്നൽ. അസാബിന്റെ ഏകവചനം ഇസ്ബഅ്, ഹംസ് താഴെ എഴുതണം, അലിഫിന്റെ താഴെ എഴുതണം ഹംസ്. ഇസ്ബഅ് സ്വാദിന് സുക്കൂൻ, പിന്നെ ഫത്ഹ് ഐന്, ഇത്രയേ ഉള്ളൂ. ഇസ്ബഅ് വിരല്, അസാബി വിരലുകൾ. ഉദുൻ നാദൻ നമ്മൾ നേരത്തെ പഠിച്ചാണ്. പിന്നെ സവായൊക്കെ നേരത്തെ പറഞ്ഞു, ഘോര ശബ്ദം. ഹസർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. ഹസറുൽ മൗത്ത് മരണ ഭേദിയാൽ. വല്ലാഹു മുഹീത്ത് നേരത്തെ അഹാത്ത പറഞ്ഞു, അഹാത്ത വലയം ചെയ്തു. ആയത്തുൽ കുർസിയിലുണ്ട് വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവിടെ വലയം ചെയ്യുന്നു എന്നർത്ഥം. അതിന്റെ കർത്താവ് രൂപമാണ് മുഹീത്തുൻ. വല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ. യകാദുൽ ബർഖു, ബർഖു മിന്നൽ പറഞ്ഞ ഖതീഫ യഖ്തഫു, റാഞ്ചിയെടുത്തു. ബസറൻ അബ്സാറൻ, കാഴ്ചശക്തി അല്ലെങ്കിൽ കണ്ണ്. കുല്ലമ അദാ ലഹും, അദാ നേരത്തെ പഠിച്ചു, നേരത്തെ അദാ മുകളിൽ പറഞ്ഞു. അല്ലാ പ്രകാശപൂരിതമായി. മഷവും നടന്നു, അവർ നടന്നു. മഷ അവൻ നടന്നു, മഷവും അവർ നടന്നു. അദ്ലമ അന്ധകാരാവൃതമായി. ലുൽമുൻ അക്രമം. അദ്ലമ ഇരുട്ടുള്ളതായി. കാമ നിന്നു, കാമു അവർ നിന്നു. വലൗ ഷാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. ഇതിന്റെ പ്രത്യേകത ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയാണ്. അതായത് ഖുർആൻ ആരംഭം മുതൽ വായിച്ചു വരുന്ന ഒരാളിന് കൽപ്പന കാണുന്ന എന്താണ്? ഫസ്റ്റ് അഡ്രസ് വിശ്വാസികളെ, മുസ്ലിങ്ങളെ എന്നല്ല വിളിക്കുന്നത്, എല്ലാ ജനങ്ങളെയുമാണ് അഡ്രസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് അഡ്രസ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ആദ്യത്തെ കൽപ്പന എന്താണ്? ഖുർആനിലെ ആദ്യത്തെ കൽപ്പന, ഖുർആൻ തുടക്കം മുതൽ വായിച്ചു നോക്കിയാൽ ആദ്യത്തെ കൽപ്പന എന്താ കിട്ടും? വഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വണങ്ങുവിൻ, അവനെ ആരാധിക്കുവിൻ, അവനെ ഇബാദത്ത് ചെയ്യുവിൻ. ഇതാണ് കൽപ്പന, ഫസ്റ്റ് കൽപ്പന. കാരണം പറയുന്നത് അല്ലാതെ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് അവനെ ആരാധിക്കണമെന്ന് പറയുന്നത്. നിങ്ങളെ സൃഷ്ടിക്കാത്തവരെ നിങ്ങൾ എങ്ങനെ ആരാധിക്കും? സൃഷ്ടിച്ചവനാണ് ആരാധിക്കേണ്ടത്. വലതീമിൻ ഖബലിക്ക്, നിങ്ങളെ മാത്രമല്ല ഇനി വരാൻ പോകുന്നവരെയൊന്നും സൃഷ്ടിക്കുന്നത് വേറെ ആരുമില്ല. കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചത് വേറെ ആരുമില്ല, അവൻ തന്നെയാണ്. അതുകൊണ്ടാണ് വലതീമിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ പേടിച്ച് ഭയപ്പാടോട് ജീവിക്കുക. ഭയപ്പാടോടെന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോട് ജീവിക്കുക. പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവരാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അവനെ ആരാധിക്കണം. അങ്ങനെ ഒരാളിനെ ആരാധിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ 1000 പേരുടെ മുന്നിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വരും. ഒരാളുടെ മുന്നിൽ മാത്രം തലകുനിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുന്നില്ലെങ്കിൽ നിങ്ങൾ 1000 പേരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ സൃഷ്ടാവായ ഒരുത്തന്റെ മുന്നിൽ മാത്രമേ തലകുനിക്കൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാം. പക്ഷെ ആരുടെയെങ്കിലും മുന്നിൽ നിങ്ങൾ തലകുനിക്കുന്നു എന്ന് തോന്നിപ്പോയാൽ വേറൊരാളുടെ മുന്നിൽ തലകുനിക്കാൻ പറ്റും, തലകുനിച്ചു പോകും. ഓക്കെ, നമ്മൾ പഠിച്ച ഭാഗം, അതല്ലെങ്കിൽ സൂറത്ത് അബസിന്റെ ഭാഗം വളരെ സ്ട്രൈക്കിംഗ് ആണ്, വളരെ ശ്രദ്ധാർഹമായ ഒരു ഭാഗമാണ്. അള്ളാഹു അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ രണ്ടാമത് പറഞ്ഞ യോമൈദീൻ മുസ്ഫിറത്തിൻ വാഹിക്കത്തിൻ മുസ്തബിഷിറത്തിൻ എന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നമ്മയും ലോകത്തെ ഒന്നടങ്കം രക്ഷപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യർ അശക്തരാണ്, പടച്ചതമ്പുരാനെ, മനുഷ്യർ അശക്തരാണ്. മനുഷ്യനെ കൊണ്ടൊന്നും കഴിയില്ല. മനുഷ്യന്റെ കയ്യിൽ ഒരു അറിവുമില്ല. വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ.
വലിയ സാഗരത്തിലേക്ക്, സമുദ്രത്തിലേക്ക് ഒരു ചെറിയ മുട്ടസൂചി അല്ലെങ്കിൽ സൂചി ആ സമുദ്രത്തിൽ മുക്കിയതിന് ശേഷം എടുത്താൽ എത്ര വെള്ളം, ആ സമുദ്രത്തിലെ എത്ര വെള്ളം ആ സൂചിയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. അത്ര വിജ്ഞാനം മാത്രമേ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടിയുള്ളൂ. എത്രയോ നാളുകൊണ്ട് ശ്രമിക്കുന്നു തടഞ്ഞു നിർത്താൻ, മൂക്ക് കയറിടുന്നു, കിട്ടുന്നില്ല. വലിയ വലിയ വിദഗ്ധന്മാരുടെ അടുക്കൽ ഭയങ്കരമായ രീതിയിൽ സാംക്രമിക രോഗങ്ങൾ വന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ ദൗർബല്യം അടിക്കടി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, മടങ്ങുന്നില്ല. അങ്ങനെ ചിന്തിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണ തമ്പുരാനെ. ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മുഖേന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മുഖേന നമ്മുടെ മാതാപിതാക്കൾക്ക് അണിയിച്ചു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ ആ കിരീടം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നീ അണിയിച്ചു കൊടുക്കുകയും തമ്പുരാനെ. നീ ഖുർആൻ വായിക്കുക, കൂടുതൽ ഖുർആൻ വായിക്കുക, സ്വർഗത്തിലെ പദവികൾ കയറിപ്പോവുക എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാനും സ്വർഗത്തിലെ പദവികൾ ഒന്നൊന്നായി കയറിപ്പോകാനും അങ്ങനെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഫിർദൗസിൽ ആല പ്രവാചകന്മാരും സിദ്ദീഖുകളും സ്വാലിഹികളും ശുഹദാകളും വീരമൃത്യുമാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ചവരും സത്യസന്ധതയിൽ അല്പം പോലും വ്യതിചലിക്കാത്തവർ, സത്യസന്ധതയിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാത്തവർ സിദ്ദീഖുകൾ ഒക്കെ താമസിക്കുന്ന ശ്രേഷ്ഠ പദവിയിൽ, ആ ഉയർന്ന സ്വർഗത്തിൽ ഫിർദൗസിൽ അലയിൽ അള്ളാഹു ഞങ്ങളെ പ്രവേശിപ്പിക്കാൻ തമ്പുരാനെ. നാട് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസപൂരിതമായ നാടുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. അൻതുമുൽ അഅലൗൻ ഇൻ കുന്തും മുഅ്മിനീൻ, വിശ്വാസികളെങ്കിൽ നിങ്ങൾ തന്നെയാണ് മികച്ചവർ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ കാലുകൾ അവൻ ഉറപ്പിച്ചു നിർത്തും. ഫഇൻ യഖ്ദുൽക്കും ഫമൻ ദല്ലദീ യൻസുറുക്കും, അവൻ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് എന്ന് അടിക്കടി അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹുവേ, അങ്ങനെ നീ മാത്രമേ ഞങ്ങൾക്ക് രക്ഷകനായിട്ടുള്ളൂ. ഈ നാട് സമാധാനപൂർണമായ നാടാക്കി മാറ്റിയാണ് തമ്പുരാനെ. ഈ പ്രക്ഷുബ്ധതയെല്ലാം മാറ്റി പരസ്പര ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു നാടായി മാറ്റാണ് തമ്പുരാൻ. ഈ നാട് ഭരിക്കുന്നവർക്ക് സത്യവും ധർമ്മവും നീതിയും ന്യായവും അനുസരിച്ച് നാട് ഭരിക്കാനുള്ള ഉൾക്കാഴ്ചയും അവബോധവും നൽകണേ തമ്പുരാനെ. അതേപോലെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക്, മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാർക്ക് ശത്രുക്കളുടെ വെല്ലുവിളികളെ സമചിത്തതയോടുകൂടി യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം നേരിടാനുള്ള ഹിക്മത്ത് അവർക്ക് നീ നൽകണേ തമ്പുരാനെ, ഉൾക്കാഴ്ച നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. അപ്പോൾ ഇനി എല്ലാ ക്ലാസ്സുകളും ഈ ലിങ്ക് ഉപയോഗപ്പെടുത്തിയാൽ മതി. പുതിയ ലിങ്ക് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത ആ ലിങ്കിലാണ്